മിക്ക ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നല്ല ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ നല്ല ഒരു കഥ അല്ലെങ്കിൽ നല്ല ഒരു ജീവിതം അല്ലെങ്കിൽ നല്ല ഒരു കാര്യം ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ ഞാൻ ഏത് കാര്യം ചെയ്താലും അത് നല്ലതാണ് എന്ന് തോന്നുന്നില്ല, അത് നല്ലതാകുന്നില്ല. ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ലതാകുന്നില്ല, നല്ലത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കുറച്ചധികം ആൾക്കാർ പറയാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഇല്ല. ഈ നല്ലത് എന്ന് വരുന്നത് അതിൻ്റെ ചരിത്രം എവിടെ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് ശാസ്ത്രം വളരാത്ത കാലഘട്ടത്തിൽ ഫിലോസഫിക്കലായിട്ടായിരുന്നു ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ ലോകത്തെയും മനുഷ്യരെയും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു വശത്തോടെ രാജാക്കന്മാർ ഭരിച്ച് മറ്റ് ആളുകളെ അടിമകളാക്കി അവരുടെ അവരുടെ പിടുങ്ങിക്കൊണ്ട് ജീവിക്കുന്നു. ഇപ്പം ചിലർ പറയും, ഞാൻ അടിമ എന്ന് പറയുമ്പോൾ അടിമ പണിയെടുക്കുന്നതല്ല, രാജാവിന് കീഴിൽ ആരുണ്ടോ അത് അവരുടെ പേരാണ് അടിമ എന്ന്. അടിമയല്ലാത്ത ഒരാളും ഇല്ല. അടിമയല്ലാത്ത ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ്റെ തല കളയും രാജാവ്, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പിന്നെ ഉള്ളതെന്ന് അപ്പോൾ ഇങ്ങനെ രാജാവ് പിടുങ്ങിക്കൊണ്ടിരിക്കുന്നു, ബാക്കി എല്ലാവരും അടിമകളായിട്ട് ഇങ്ങനെ രാജ്യത്തെയും, കാരണം രാജാവ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. ഇവരെ രാജാവ് അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാജാവിന് വേണ്ടി ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ കുറേ അവന്മാർ ഇങ്ങനെ മാറി സ്വന്തം തല കളയാത്ത രീതിയിൽ ഇങ്ങനെ ഓരോരോ എന്താ പറയണേ, ലൈഫിൻ്റെ ക്വാളിറ്റിയെ പറ്റി ചിന്തിക്കുകയാണ്. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവന്മാർ പ്രവർത്തിക്കുകയൊന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്, നമ്മൾ ഈ രാജാക്കന്മാരും അടിമകളും ആ ഒരു സെറ്റപ്പിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് നേരം ഒന്ന് സമാധാനപരമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് ഇവിടെ സംഭവിക്കുന്നതല്ലാട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് മനസ്സ് സഞ്ചരിക്കും. വേറെ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും പ്രൂവ് ചെയ്യാനായിട്ട് ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും അന്ന് കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ചിന്തിച്ച് എത്തുന്നത് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അത് വന്ന് എല്ലാവരോടും പറയും. അപ്പോൾ പുതിയൊരു കാര്യം ആയതുകൊണ്ടും ഇത് പറയുന്ന ആളെ കുറച്ച് ബെറ്ററായിട്ട്, തങ്ങളെക്കാൾ ബെറ്ററായിട്ടൊക്കെ ഈ ഉള്ളത് നിൽക്കുന്നത് കാണുന്നത് കൊണ്ടും ആളുകൾ ഇതങ്ങോട്ട് ഏറ്റെടുക്കും. പിന്നെ അത് പ്രാക്ടീസ് ചെയ്തും പല വഴികളിലൂടെയാണ് അത് എല്ലാവരിലോട്ടും പരന്ന് എല്ലാവരും അത് മറ്റൊരു രീതിയിലോട്ട് അത് ദൈവികമാകുന്നത്. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ ഈ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ട് തോട്ടിൻ്റെ കരയിലും മലയുടെ മുകളിലും ഹിമാലയത്തിലൊക്കെ പോയി ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുന്ന ടീമുകൾ, അത്തരം ടീംസാണ്, ഈ ഗുരുക്കന്മാരാണ് ഈ വക സാധനമല്ല, ഈ നല്ലതുപോലെയുള്ള ടിപ്പിക്കൽ സാധനങ്ങളൊക്കെ തട്ടിവിടുന്നത്. അതൊക്കെ അന്നത്തെ കാലത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ കാലം ഇന്ന് ശാസ്ത്രം വളർന്നിട്ടുണ്ട്, നമുക്കെല്ലാത്തിനും പ്രൂഫുണ്ട്. പ്രൂഫില്ലാത്ത കാര്യങ്ങളെ ഒന്നും നമ്മൾ എടുക്കാറില്ല. അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ പറയണേ, ഇപ്പം ചിലർ പറയാറുണ്ട് 100% ശാസ്ത്രം പലതും തെളിയിച്ചിട്ടില്ല എന്നുള്ളത്. ശാസ്ത്രത്തിന് 100% തെളിവിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം തെളിയിക്കുന്നതിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 100% തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ ഞാൻ ഈ പറയുന്ന ഈ ധ്യാനിക്കുന്ന ടീംസിൻ്റെ പരിപാടിയാണ്, 100% നിത്യസത്യം. അപ്പോൾ ഈ ടീമുകളാണ് ഇങ്ങനെ നല്ലത്, സത്യം, മായ, അങ്ങനെയുള്ള പല വകുപ്പുകളും കൊണ്ടുതരുന്നത് ഇങ്ങനത്തെ ടീമുകളാണ്. അന്നത്തെ കാലത്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നു, അത് ശരിയാണ്. അതിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം പോക്കാണ്. പിന്നെ അത് ഉപയോഗിച്ചാൽ അത് തിരിച്ചടിക്കും, നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ നല്ലത് വരുന്നത്. അതായത് നല്ലത് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ നല്ലതെന്ന് പറയുന്നത്, ഇന്നതുപോലെ ചെയ്യുക. അപ്പോൾ ഈ ഇന്നതുപോലെ ചെയ്യുക എന്ന് ഈ ഒരുത്തൻ തപസ് ചെയ്തിട്ട് വന്ന് പറയുമ്പോൾ അത് ഈ രാജാവിൻ്റെ കീഴിൽ വന്ന്, രാജാവും അടിമകളുമാണ് ഉള്ളത്. രാജാവ് ഈ പറഞ്ഞ സാധനം കേൾക്കുകയില്ല, അടിമകൾക്ക് ഈ സാധനം പറഞ്ഞ് കേട്ടാലും അത് പ്രവർത്തിയാക്കാൻ പറ്റത്തില്ല, ചാട്ടവാറടിയും തലയും പോവും. രാജാവിന് ഈ വക വരട്ട് ഫിലോസഫി കേട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. സമ്പത്തുണ്ട്, സേനകളുണ്ട്, ഭംഗിയായിട്ട് ജീവിച്ചു പോകാം. അപ്പോൾ
ഈ വക വകുപ്പൊന്നും അന്ന് വേണ്ടവർക്കൊട്ട് പ്രാവർത്തികമാക്കാനും പറ്റത്തില്ല, അല്ലാത്തവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതി. അപ്പോൾ ഇതിങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്തെങ്കിലും നമുക്കൊരു ഈ അടിമപ്പണി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഈ സാധനം എല്ലാം ആൾക്കാർ വലിച്ച് തലയെ കയറ്റി വയ്ക്കും. എല്ലാ ദിവസവും എന്താ പറയണേ, നമ്മൾ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്തിട്ട് 7ാമതൊരു ദിവസം നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് പല പല സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് വീണ്ടും ഒരാഴ്ച ജോലിക്ക് പോകുന്നു. പിന്നെ ഒരു ദിവസം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നു. അങ്ങനെ പോയി ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ അന്നത്തെ ആൾക്കാരിങ്ങനെ ഈ നിത്യസത്യം ഇങ്ങനെ ഇട്ട് തലയിലിട്ട് അതിൻ്റെ ഉദ്ദീപനത്തിൽ ഇങ്ങനെ ജീവിക്കും. അത് പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ നല്ലത് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഇവന്മാർ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം നോക്കാതെയാണ് ഈ നല്ലതെന്ന് പറഞ്ഞ സാധനം ഇതാണ് നല്ലതെന്നങ്ങ് പറയുകയാണ്. കാരണം അതാരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ അത് എത്രമാത്രം ഫലപ്രദമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പരിപാടി അന്ന് നടക്കത്തില്ലാത്തതുകൊണ്ട് ഈ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തട്ടി അങ്ങ് വിടാം. എല്ലാത്തിനും അങ്ങ് ലേബൽ ചെയ്യാം. ആരും തിരിച്ച് അതിനെ കൗണ്ടർ ചെയ്യാനില്ല. അങ്ങനെ ഒരു സിസ്റ്റമാണല്ലോ പഴയത്. അപ്പോൾ അങ്ങനെയാണ് ഈ നല്ലത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മളിങ്ങ് വരുമ്പോൾ ഈ നല്ലത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ നല്ലത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. നല്ലത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 3ആയിട്ട് അതിനെ തരംതിരിച്ച് ഞാൻ പറയുകയാണ്. 1, നല്ലത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അത് നല്ലതാണെന്ന് സ്മരിക്കാം. 2ാമത്തെ കാര്യം, നല്ലത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതോ ചെയ്തിട്ടുള്ളതോ ആയ കാര്യങ്ങൾ നമുക്ക് അതേപടി തന്നെ ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, അത് റിപ്പീറ്റ് ചെയ്യാം, അതിൻ്റെ കാർബൺ കോപ്പികൾ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു സംഭവം എന്ന് പറയും, നല്ലത് വരുന്ന വഴിയാണ് പിന്നെ ഉള്ളത്. നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ലോകത്തിലില്ല. എല്ലാ സാധനവും ഓരോ ആളുകൾ ചിന്തിച്ചോ പ്രവർത്തിച്ചോ അത് നിർമ്മിക്കുകയും പിന്നെ അതിൻ്റെ സാധ്യതകൾ അത് എത്രമാത്രം ആളുകൾക്ക് പ്രയോജനകരമാണ്, അതിൻ്റെ പ്രയോജനം എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഇത് നല്ലതായി മാറുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുമ്പോഴാണ് അത് നല്ലത് എന്നുള്ളൊരു അവസ്ഥയിലോട്ട് മാറുന്നത്. ആക്ച്വലി നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഉണ്ടാക്കുവാൻ സാധ്യമല്ല. നമുക്കൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഉപയോഗവും ഉപഭോഗവും ഒക്കെ കൂടിയാണ് അതിനെ നല്ലതാക്കുന്നത്. അതല്ലാണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നല്ലതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ നല്ലത് ഉണ്ടാക്കി നല്ലതായ സാധനത്തിൻ്റെ കോപ്പി അടിച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരൊറ്റ ഒരുത്തിനും ഈ ലോകത്തിന് നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഈ പഴയ പഴഞ്ചൻ വരട്ട് ഫിലോസഫിയിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ നല്ലത് തപ്പി നടക്കുന്നത്. പണ്ട് ആൾക്കാർ നിത്യസത്യം തപ്പി നടക്കുമായിരുന്നു. ചരിത്രമൊക്കെ കുറേ പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഈ നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നല്ലത് എങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് നല്ലത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫിലോസഫി അല്ല, ശാസ്ത്രീയമായിട്ട് പുതിയ ലോകത്തിലെ പുതിയ മൂല്യങ്ങൾ വെച്ച് ഈ കാര്യത്തിനെയൊക്കെ മനസ്സിലാക്കാതെയൊന്നും ഒരു പിടിയും കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആളാണ്, കഥ എഴുതുന്ന ആളാണ്. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് എന്താണ് എനിക്ക് പറ്റുന്നത് എന്ന് ഞാൻ നോക്കും. അത് മറ്റുള്ളവർക്ക് മുന്നിൽ ഡെലിവറി ചെയ്യാൻ നേരത്ത് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് തേടും. കാരണം എനിക്ക് എക്സ്പേർട്ടിൻ്റെ സഹായത്തിൻ്റെ ആവശ്യം കുറവാണ്. പക്ഷെ പൊതുവായിട്ടത് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതെല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി അത് വിഡ്ഢിത്തമാകാൻ പാടില്ല. മുമ്പ് പറഞ്ഞ പോലെ ഈ സന്യാസിമാർ പറയുന്നത് പോലെ അട്ടർ വിഡ്ഢിത്തങ്ങൾ വിളമ്പാൻ ഞാൻ തയ്യാറില്ല. എനിക്ക് കുറച്ച് നാണമുണ്ട്. അപ്പോൾ ഞാൻ അത്ര വലിയ അറിവുള്ള വ്യക്തിയൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ വിവരം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടും. ഞാനിത് എന്നിട്ട് പറയും, ഇത് പൊതുവായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്, ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, എന്തെങ്കിലും ഇതിന് കറക്ഷൻ ആവശ്യമുണ്ടോ? അപ്പോൾ കറക്ഷൻ സ്വീകരിച്ചതിന് ശേഷം അത് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെയാണത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എന്തുകൊണ്ട് എത്രമാത്രം സമൂഹത്തിൽ പ്രയോജനകരമാണ്, സമൂഹത്തിന് മുന്നോട്ട് ആവശ്യമുള്ള കാര്യമാണ്, അത് ആധുനിക മൂല്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടോ, പഴഞ്ചൻ വരട്ട് ഫിലോസഫികൾ കുത്തി നിറച്ച് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന സംഭവങ്ങളാണോ അത് എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ അതിന് നല്ലതെന്ന് പറഞ്ഞ് ടാഗിൻ്റെ ആവശ്യമില്ല. നല്ലത് ആണ് അത് നല്ലതായിക്കോളും. നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരെങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ്. അല്ലാണ്ട് ഞാനൊരു നല്ലതങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും അതിനെ നല്ലത് എല്ലാവരും പിന്നെ നീ നല്ലത് ഇറക്കി കഴിഞ്ഞിട്ട് നല്ലതല്ലല്ലോ എന്നത്. അത് വായിക്കുന്ന ആൾക്ക്, കാണുന്ന ആൾക്ക് തലയ്ക്കകത്ത് വെളിവ് വേണം. അതില്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഞാൻ കാത്തിരിക്കും. വെളിവുള്ള ആൾക്കാർ എൻ്റെ കഥകൾ വായിക്കാനും തലയ്ക്കകത്ത് വിവരമുള്ള ആൾക്കാർ എൻ്റെ ഷോർട്ട് ഫിലിം കാണാനുമായിട്ട് ഞാൻ കാത്തിരിക്കും. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ആളുകൾ, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടം പോലെ തല പോയിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്വന്തം ആവശ്യത്തിന് സ്വന്തം തലച്ചോറ് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? അവർ മറ്റേതെങ്കിലും വിവരമുള്ള വ്യക്തികൾ എൻ്റെ ഷോർട്ട് ഫിലിമിനെക്കുറിച്ചോ കഥകളെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വരെ, അത് കേട്ട് ഇഷ്ടപ്പെടുന്നത് വരെ, അപ്പോഴാണല്ലോ നല്ലതാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. എനിക്ക് അന്നേരം ഒന്നും എല്ലാവരുടെയും പുറകെ നടക്കാനൊന്നും സമയമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോകും. അത് ഭാവിയിൽ അത് സ്റ്റിക്ക് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. എൻ്റെ ജീവിതകാലത്ത് എനിക്കൊരു വരട്ട് ഫിലോസഫി ഉപയോഗിച്ചുള്ളൊരു സാധനം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് എൻ്റെ ചെറുപ്പം തൊട്ടേ അതെ. കാരണം ഞാൻ എല്ലാ സമയത്തും കഥയോ ലേഖനമോ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് ചെന്ന് ഓരോ വ്യക്തികളെ കൊണ്ടുവന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേനും അവർക്കാർക്കും അത് പിടികിട്ടാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ജനിച്ചപ്പോഴേ തന്നെ ബേസിക് നോളജ് എനിക്കുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിപ്പോഴും സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഇനിയും വെളിവ് വയ്ക്കാനുണ്ട്. അത് വന്നോളും. അത് വലിയ താമസമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒറ്റയടിക്ക് ഇങ്ങനെ വെളിപാട് വരുന്ന പോലെ വിവരം വയ്ക്കുമൊന്നുമല്ല. ആൾക്കാർ കണ്ടും കേട്ടും അറിഞ്ഞും ഇത് ആദ്യം വിവരം വയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാം ഇങ്ങനെ തേടി നടന്ന് സ്വന്തം തലയ്ക്കകത്തോട്ട് കയറ്റുന്ന ഒരാൾക്കാരുണ്ട്. അവരിത് കയറ്റി അത് മറ്റുള്ളവരിലോട്ട് പ്രചരിപ്പിച്ച് അങ്ങനെ പല സമയത്തായിട്ടേ ഉള്ളൂ ആളുകളിലേക്കൊക്കെ ഇതിൻ്റെ ഈ നല്ലതായി ഈ സംഭവം എത്തത്തുള്ളൂ. അപ്പം അതിനു മുമ്പ് ഈ സാധനം പടച്ചു വിടുക എന്നുള്ളൊരു കൃത്യം എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ്. അപ്പം നല്ലത് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമ്മൾ ഒരു സാധനം ചെയ്ത് അതിനെ നല്ലതാക്കി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറ്റു വീഡിയോകളിൽ കാണാം. താങ്ക് യു.